ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുപുരാണം കഥ കേൾക്കാം. വിഷ്ണുപുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. 8-ാം അധ്യായം. മൈത്രേയ, ബ്രഹ്മാണ്ടത്തിൻ്റെ ഏകദേശ രൂപം എൻ്റെ വാക്കുകളിൽ നിന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇനി സൂര്യൻ മുതലായവയെക്കുറിച്ച് കേൾക്കുക. സൂര്യൻ അതിവിസ്തൃതമായ രഥത്തിൽ കയറി കിഴക്കുനിന്ന് പടിഞ്ഞാട്ട് സഞ്ചരിക്കുന്നു. സൂര്യൻ്റെ രഥത്തിന് 9000 യോജന വിസ്താരമുണ്ട്. അതിൻ്റെ അച്ചുതണ്ടിന് 1,57,00,000 യോജന നീളം. ആ അച്ചുതണ്ടിൽ 3 നാഭിയും 5 അരക്കാലും 6 നേമികളും സംവത്സരങ്ങളും ചേർന്ന അക്ഷയചക്രമാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മുഴുവൻ കാലചക്രവും സ്ഥിതി ചെയ്യുന്നു. ഗായത്രി, ബൃഹതി, ഉഷ്ണിക, ജഗതി, ത്രിഷ്ടുപ്, അനുഷ്ടുപ്, പങ്ക്തി എന്നിങ്ങനെ 7 കുതിരകളെ പൂട്ടിയാണ് സൂര്യൻ സഞ്ചാരം. രഥത്തിന് പ്രധാന അച്ചുതണ്ടിന് പുറമെ മറ്റൊരെണ്ണം കൂടിയുണ്ട്. രണ്ടാമത്തെ അച്ചുതണ്ടിന് 45,500 യോജന നീളം കാണും. നുകത്തിൻ്റെ 2 പകുതികളുടെ നീളം അച്ചുതണ്ടുകളുടെ അളവിനനുസരിച്ചാണ്. നീളം കുറഞ്ഞ അച്ചുതണ്ട് നുകത്തിൻ്റെ പകുതിയോട് കൂടി ധ്രുവനിലും മറ്റേ അച്ചുതണ്ടിന്മേൽ ഉറപ്പിച്ചിട്ടുള്ള ചക്രം മാനസോത്തര പർവ്വതത്തിലും സ്ഥിതി ചെയ്യുന്നു. മാനസോത്തര പർവ്വതത്തിൻ്റെ കിഴക്ക് വശത്താണ് ഇന്ദ്രൻ്റെ രാജധാനിയായ വസ്വൗകസാര. ഇതിനെ അമരാവതി എന്നും വിളിച്ചു വരുന്നു. പടിഞ്ഞാറ് വശത്ത് വരുണപുരം സുഖ, തെക്ക് യമൻ്റെ നഗരമായ സംയമിനി, വടക്ക് ചന്ദ്രൻ്റെ ആസ്ഥാനം വിഭാവരിയും. രാശിചക്രങ്ങൾ സഹിതം സൂര്യൻ ദക്ഷിണ ദിക്കിലെത്തി വില്ലിൽ നിന്ന് വിട്ട ശരം മാതിരി യാത്ര തുടങ്ങുന്നു. സൂര്യനാണ് രാവും പകലും സൃഷ്ടിക്കുന്നതെന്ന് കുട്ടികൾക്ക് വരെ അറിയാം. രോഗം തുടങ്ങിയ ക്ലേശങ്ങൾക്ക് അറുതി വരുത്തുന്ന സൂര്യദേവൻ മോക്ഷം കൊതിക്കുന്ന യോഗികൾക്കുള്ള ദേവയാനമെന്ന മാർഗവും കൂടിയാണ്. ഏത് വൻകരയിൽ വസിക്കുന്നവരായാലും വേണ്ടില്ല, നേരം പുലരുമ്പോൾ ഏത് സ്ഥലത്ത് സൂര്യനെ കാണുന്നുവോ അവിടെ തന്നെ അവർക്ക് സൂര്യോദയം. പകലിൻ്റെ അവസാനത്തിൽ അർക്കൻ എവിടെ എത്തി മറയുന്നുവോ അന്നേരം അസ്തമയവുമായി തീരുന്നു. ഈ തോന്നൽ കാരണം പടിഞ്ഞാറ്, കിഴക്ക് എന്നെല്ലാം നാം സങ്കല്പിക്കുകയാണ്. പക്ഷേ സദാ ഒരേ രൂപത്തിൽ കാണാൻ കഴിയുന്ന സൂര്യന് ഒരിക്കലും ഉദയാസ്തമനമുണ്ടാകുന്നില്ല. സൂര്യനെ കാണുമ്പോൾ നമുക്ക് ഉദയം കാണാതാകുമ്പോൾ അസ്തമയം. അത്രയുള്ളൂ. നട്ടുച്ച നേരത്ത് ഇന്ദ്രൻ തുടങ്ങിയവരുടെ ഏതെങ്കിലും ഒരു നഗരത്തിനു മുകളിൽ പ്രകാശിച്ചുകൊണ്ട് സൂര്യൻ മറ്റ് 3 നഗരങ്ങളിലേക്കും 2 കോണുകളിലേക്കും വെളിച്ചം ചൊരിയും. ഉദിച്ചതിനു ശേഷം നട്ടുച്ച കഴിയുന്നതുവരെ വർദ്ധിച്ചു വരുന്ന തൻ്റെ കിരണങ്ങളിൽപ്പെട്ട് സ്വയം എരിപൊരി കൊള്ളുകയും ചെയ്യുന്നു. സൂര്യകിരണങ്ങൾ സുമേരുവിലെ ബ്രഹ്മാവിൻ്റെ സഭയിലൊഴിച്ച് സകല സ്ഥലത്തും ചെല്ലും. ആ സഭയിലെത്തുമ്പോൾ മാത്രം അവ പ്രകാശം നശിച്ചു മടങ്ങുന്നു. സുമേരു പർവ്വതം എല്ലാ ദ്വീപുകളുടെയും രാജ്യങ്ങളുടെയും വടക്കുഭാഗത്താണ്. തന്മൂലം സുമേരുവിൻ്റെ ഒരു ഭാഗത്ത് സദാ പകലും ഒരു വശത്ത് രാത്രിയുമായിരിക്കും. അസ്തമിക്കുന്നതോടെ സൂര്യൻ്റെ പ്രഭ മുഴുവനും അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് അഗ്നി രാത്രി സമയം അകലേക്ക് കൂടുതൽ പ്രകാശിക്കുന്നത്. അതുപോലെ തന്നെ പകൽ നേരത്ത് അഗ്നിയുടെ പ്രഭ സൂര്യനിൽ പ്രവേശിക്കും. അപ്പോൾ സൂര്യ തേജസ് 10 മടങ്ങ് വർദ്ധിക്കുന്നു. ഭൂമിയുടെ തെക്കേ പകുതിയിലും വടക്കേ പകുതിയിലും പ്രകാശിക്കുമ്പോൾ ഇരുട്ടു നിറഞ്ഞ രാത്രിയും പ്രകാശസ്വരൂപമായ പകലും ക്രമത്തിൽ വെള്ളത്തിലേക്ക് പ്രവേശിക്കും. പകൽ നേരത്ത് ജലം ചെറ്റുചെമന്ന് കാണുന്നതും ഇതുകൊണ്ട് തന്നെ. രാത്രിയാകുമ്പോൾ വെള്ളത്തിന് നേരിയ വെളുത്ത നിറം വരും. സൂര്യാസ്തമനത്തിന് ശേഷം പകൽ അല്ലെങ്കിൽ വെളിച്ചം ജലത്തിൽ കയറിക്കൂടുന്നു. അക്കാരണത്താലാണ് ഈ നിറവ്യത്യാസം.
ഈ വക പ്രത്യേകതകളോടുകൂടി സൂര്യൻ പുഷ്കരദ്വീപിൻ്റെ നേരെ മുകളിലെത്തുമ്പോൾ ഭൂമിയുടെ 30-1 ഭാഗം പുറകിലാക്കി കഴിഞ്ഞിരിക്കും. ഈ സൂര്യസഞ്ചാരത്തെ മുഹൂർത്തഗതി എന്ന് വിശേഷിപ്പിക്കുന്നു. കുശവൻ്റെ പണിച്ചക്രത്തിന്മേലിരിക്കുന്ന ചെറുപ്രാണിയെപ്പോലെ ചുറ്റിത്തിരിയുന്ന സൂര്യൻ ഇങ്ങനത്തെ ഒരു മുഹൂർത്തത്തിൽ ഭൂമിയുടെ 30-1 ഭാഗം വീതം അതിക്രമിക്കുന്നുണ്ട്. ഈ കടന്നുപോരൽ കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത്. മകരം മുതൽ കർക്കിടകം വരെ സൂര്യൻ വടക്കോട്ട് മാറി ഉദിക്കുന്നത് പോലെയാണ് തോന്നുക. ആ കാലത്തിന് ഉത്തരായണം എന്ന് പറയും. സൂര്യൻ ഈ ഉത്തരായണ കാലത്തിൻ്റെ ആരംഭത്തിൽ ആദ്യം മകരം രാശിയിലേക്ക് കടക്കുന്നു. പിന്നെ കുംഭം രാശിയിലേക്കും മീനം രാശിയിലേക്കും ചെല്ലും. സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുന്ന സമയമാണ് ഒരു മാസം. ഈ 3 രാശികളുടെയും അവസാനത്തിൽ ഒരു ദിവസം രാത്രിയും പകലും ഒപ്പമായി നിൽക്കുന്ന വൈഷുവതി ഗതിയിലെത്തുന്നു. ഈ ഗതിയെ വേണമെങ്കിൽ വിഷുവത്ത്, വിഷു എന്നെല്ലാം വിശേഷിപ്പിക്കാം. ഉത്തരായനത്തിൻ്റെ അന്ത്യത്തിൽ സൂര്യൻ കർക്കടക രാശിയിലേക്ക് കടക്കുന്നതോടെ ദക്ഷിണായനം ആരംഭിക്കും. ഉത്തരായന കാലത്ത് നിത്യേന രാത്രി നേരമാണ് കുറേശ്ശെ കുറഞ്ഞു വരിക. എന്നാൽ ദക്ഷിണായന കാലത്ത് മറിച്ചായിരിക്കും. പകൽ കുറവ്, രാത്രി കൂടുതൽ. ദക്ഷിണായന കാലത്തെ വഴി തെല്ല് വേഗത്തിലാണ് സൂര്യൻ പിന്നിടുന്നതും. ഉത്തരായനത്തിലെ അവസാന ദിവസത്തിന് 18 മുഹൂർത്തമുണ്ട്. തന്മൂലം അന്നും പകൽ നേരത്തെ സൂര്യഗതി വളരെ സാവധാനത്തിലുമായിരിക്കും. ഉത്തരായനത്തിൽ സൂര്യൻ മന്ദഗതിക്കാരനാണ്. എങ്കിലും രാത്രികാലത്ത് സ്ഥിതി നേരെ മറിച്ചായി തീരും. ഗതിവേഗം കൂടുന്നു. ദക്ഷിണായനത്തിൽ അങ്ങനെയല്ല, നേരെ വിപരീതം. രാത്രികൾ നീളുന്നതും ചുരുങ്ങുന്നതും രാശികളുടെ പരിണാമമനുസരിച്ചാണെന്നും അറിയുക. അതായത് രാശികളുടെ ഭാഗമനുസരിച്ച് തന്നെ രാത്രിയും പകലും വലുതോ ചെറുതോ ആയിരിക്കും. രാത്രിക്ക് ഉഷയെന്നും പകലിന് വ്യുഷ്ടി എന്നും പറയുന്നുണ്ട്. ഉച്ചയ്ക്കും വ്യുഷ്ടിക്കും മധ്യേയുള്ള കാലത്തെ സന്ധ്യ എന്നും വിശേഷിപ്പിച്ചു വരുന്നു. അത്യന്തം ഭയങ്കരവും രൗദ്രവുമാണ് ഈ സന്ധ്യാകാലം. ഈ കാലം തുടങ്ങുമ്പോൾ മഹേന്ദ്രന്മാരെന്ന ഒരു കൂട്ടം രാക്ഷസന്മാരിറങ്ങും സൂര്യനെ പിടിച്ചു തിന്നാൻ. ഇത് ആ രാക്ഷസന്മാർക്ക് ബ്രഹ്മാവ് കൊടുത്ത ശാപമാണ്. അവരും സൂര്യനും തമ്മിൽ ഭീഷണമായ യുദ്ധം നടക്കും. ഈ യുദ്ധം കൊണ്ട് ശരീരത്തിന് നാശം സംഭവിക്കുകയില്ലെങ്കിലും നിത്യേന അവർക്ക് മരണമുണ്ടാകുന്നു. ആ സമയത്ത് വിശിഷ്ടന്മാരായ ബ്രാഹ്മണർ ഓംകാരത്തോടു കൂടി ഗായത്രി മന്ത്രം ജപിച്ച് ജലം മേൽപോട്ടെറിയും. ആ വെള്ളം വജ്രായുധമായി തീർന്ന് ദുഷ്ടരാക്ഷസന്മാരെ ചാരമാക്കും. ഋക്ക്, യജുസ്, സാമം എന്ന 3 വാസസ്ഥാനങ്ങളോടു കൂടിയവനും ദേവപതിയുമാണ് ഭഗവാൻ വിഷ്ണു. അവിടുന്ന് തന്നെ ഓംകാരം. അതിനാൽ ഓംകാരം ചേർന്ന ഗായത്രി ജപത്തോടെ മന്ദേഹന്മാർ നശിച്ചു പോകുന്നു. ഓംകാര ഉച്ചാരണത്തോടെ നടത്തുന്ന ഈ സന്ധ്യാവന്ദനം യാതൊരു കാരണവശാലും ഒഴിവാക്കിക്കൂടാ. ഒഴിവാക്കുന്നവൻ എത്ര കേമനായാലും സൂര്യാഘാതകനായിരിക്കും. മഹേന്ദ്രന്മാർ ഭസ്മമായി കഴിഞ്ഞതിനു ശേഷം സൂര്യഭഗവാൻ ബാലഖില്യ മഹർഷിമാരുടെ സംരക്ഷണത്തിൽ വീണ്ടും ലോകപാലനം എന്ന പ്രവൃത്തിയിലേക്ക് തിരിയുന്നു. ദിവസത്തിൻ്റെ വൃദ്ധിയും ക്ഷയവും പ്രഭാതം, മധ്യാഹ്നം, അപരാഹ്നം, രാത്രി എന്നിങ്ങനെയാണല്ലോ. എന്നാൽ ദിവസത്തെ വളർത്തുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന സന്ധ്യ എപ്പോഴും ഒരേപോലെ ഓരോ മുഹൂർത്തത്തിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ഉദിച്ചതിനു ശേഷം 3 മുഹൂർത്തം മുന്നോട്ട് പോയി കഴിയുന്നത് വരെയുള്ള സമയത്തിന് പ്രഭാതകാലം എന്ന് പറയും. ഇത് ഒരു മുഴുവൻ ദിവസത്തിൻ്റെ 5-1 ഭാഗമാകുന്നു. അടുത്ത 3 മുഹൂർത്ത സമയം സംഗമകാലം. അതിനുശേഷം മധ്യാഹ്നം പിൻവാങ്ങി കഴിയുമ്പോൾ അപരാഹ്നം തീരുന്ന മുറയ്ക്ക് സായാഹ്നം മുന്നോട്ട് വരുന്നു. ഓരോന്നിനും 2 നാഴിക വീതം വരുന്ന 3 മുഹൂർത്തം. വിഷുവത്ത് പകലിന് 15 മുഹൂർത്തമുണ്ടെങ്കിലും ഉത്തരായനത്തിൽ അതിന് നീളം കൂടും.
ദക്ഷിണായനത്തിൽ ദൈർഘ്യം കുറവുമാണ്. 30 മുഹൂർത്തം കൂടിയാൽ ഒരു അഹോരാത്രം. ശ്വേതദ്വീപിൻ്റെ വടക്കുവശത്ത് 3 കൊടുമുടികളുള്ള ഒരു പർവ്വതമുണ്ട്. 3 കൊടുമുടികളുണ്ടായിരുന്നതു കാരണം അതിശൃംഗവാൻ എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നു. അതിൻ്റെ ഒരു കൊടുമുടി വടക്കും മറ്റൊന്ന് തെക്കും മൂന്നാമത്തേത് നടുവിലുമായിട്ടാണ് നിൽക്കുന്നത്. നടുവിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെ വൈഷുവതം. മേടം അല്ലെങ്കിൽ തുലാം രാശിയുടെ ആരംഭത്തിൽ സൂര്യൻ ഈ വൈഷുവതത്തിലേക്ക് വരും. വന്നു നിൽക്കുന്നത് ശരത്കാലത്തിൻ്റെയോ വസന്ത ഋതുവിൻ്റെയോ മധ്യത്തിലായിരിക്കും. അപ്പോൾ രാവിനും പകലിനും തമ്മിൽ സമയവ്യത്യാസവും ഉണ്ടായിരിക്കുകയില്ല. ആ ശുഭ ദിവസത്തെ വിഷുവെന്ന പുണ്യദിനമായിട്ടാണ് കണക്കാക്കുന്നത്. അന്ന് ദാനധർമ്മങ്ങൾ നടത്തുന്നത് ദേവന്മാരെ സന്തോഷിപ്പിക്കും. ലോകത്തിനും പരലോകത്തിനും മധ്യേ ഒരു പർവ്വതമുണ്ട്. അതിൻ്റെ പേര് ലോകാലോക പർവ്വതം. ആ പ്രദേശത്തിന് ലോകാലോകമെന്നും പറയും. അവിടെ സുധാമൻ, ശംഖപാദൻ, ഹിരണ്യരോമൻ, കേതുമാൻ എന്നിങ്ങനെ വ്രതനിഷ്ഠരായ 4 ലോകപാലന്മാരും വസിക്കുന്നു. സുവർണമയവും കണ്ണാടി പോലെ കിടക്കുന്നതുമാണ് ഈ പ്രദേശം. ധ്രുവമണ്ഡലം വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ മുഴുവൻ പ്രളയത്തിൽ അപ്രത്യക്ഷപ്പെട്ടു പോകും. ധ്രുവമണ്ഡലം സപർഷികളിൽ നിന്ന് വടക്കും മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന അത്യന്തം തേജോമയമായ പ്രദേശമാണ് അത്. വിഷ്ണു ഭഗവാന്റെ 3ാമത്തെ വാസസ്ഥാനവുമാകുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം 9ാം അധ്യായം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.